ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സിസ്കയുടെ ഒരു പവർ ബാങ്കാണ്. 10,000 mAh ഒരു സിസ്കൻ്റെ പവർ ബാങ്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10,000 mAh ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ലോ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലത് തോന്നിയത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതിലവിടെ ബേസിക്കായിട്ടുള്ള ഫ്യൂച്ചർ അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാം. അഡ്വാൻസ്ഡ് കറണ്ട്, ഷോർട്ട്, ഓവർ ചാർജിങ്, ഡിസ്ചാർജിങ് പ്രൊട്ടക്ഷൻ, പിന്നെ മൾട്ടി കോമ്പാറ്റിബിൾ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ എഴുതിയിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഇൻപുട്ട് 5 വോൾട്ടും 2 ആംപിയറുമാണ്. മൈക്രോ USB ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധാ മൈക്രോ USB വെച്ച് ചാർജ് കയറ്റാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ രണ്ടും 5 വോൾട്ടും 2.4 ആംപിയറുമാണ് വരുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ 1600 ഇട്ടിരിക്കുന്നത്, പക്ഷേ 600 രൂപയുള്ളൂ ശരിക്കും. ഇതാണ് ഫ്രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാം. 10,000 mAh എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എന്നാലും അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു പേപ്പർ വർക്കാണ് കിട്ടുന്നത് മാനുവലിൻ്റെ. പിന്നെ ഇതാണ് വാറൻറ്റി കാർഡ്. നിങ്ങൾക്ക് കാണാം, ഇത് വാറൻറ്റി കാർഡും ആണ്. അപ്പോൾ നമുക്കതോടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് പവർ ബാങ്ക്. USB കേബിള്, മൈക്രോ USB ആണ്. നിങ്ങളുടെ ഫോണ് C ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ C ടൈപ്പുള്ള കേബിൾ ഇതേമാതിരി മേടിച്ചാൽ മതി. ഇതാണ് പവർ ബാങ്ക്. ഇത് വളരെ വെയ്റ്റ്ലെസ്സാണ്. കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെ വെയ്റ്റ്ലെസ്സാണ്. 10,000 mAh നിങ്ങൾക്ക് കാണാം. ഇവിടെ ഔട്ട്പുട്ട് 2.4 ആംപിയർ, 5 വോൾട്ടിൻ്റെയും 2.4 ആംപിയർ, അതേപോലെ എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ മുകളിലത്തെ ഭാഗത്തിലാണ് നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും വരുന്നത്. 2 ഔട്ട്പുട്ടാണ്. രണ്ടും 5 വോൾട്ടും 2.4 ആംപിയറും. അപ്പോൾ പ്രൈസിന് പറ്റിയൊരു കറക്റ്റ് 600 രൂപയ്ക്ക് ഇത് മുതലാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതാണ് ബട്ടൺ. നിങ്ങൾക്ക് ചാർജർ ഇൻഡിക്കേറ്ററിൻ്റെ ആ ബട്ടൺ, അത് ഓൺ ചെയ്താലാണ് പവർ ബാങ്ക് ഓൺ ആവുള്ളൂ. ജസ്റ്റ് ഒരു ക്ലിക്ക് അമർത്തിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണം ചാർജ് ചെയ്യാൻ, എന്നാലാണ് ചാർജ് കയറുള്ളൂ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക്കാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നന്നായി യൂസ് ചെയ്താൽ നമുക്ക് കേടൊന്നും വരില്ല. അപ്പോൾ താഴെയൊന്നും വീഴ്ത്തരുത്, വീഴ്ത്തിയാൽ സീനാണ്. അപ്പോൾ ഇതിൻ്റെ മൈക്രോ ആണ് USB. പിന്നെ ഇതിൻ്റെ ഞാൻ ചാർജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 6:30 ഞാൻ കുത്തിയിട്ടു. അപ്പോൾ ആ സമയത്ത് 24% ഉണ്ടായിരുന്നുള്ളൂ. 7 മണിക്ക് എടുത്തപ്പോൾ 55 അപ്പോൾ അരമണിക്കൂറിൽ 31% കയറുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വാറൻറ്റി കാർഡ് നോക്കാം. ഇത് വാറൻറ്റി 6 മന്താണ് വാറൻറ്റി. അപ്പോൾ എന്തെങ്കിലും 6 മാസത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നോക്കാം. 6 മന്ത് ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്, 6 മന്ത് വാറൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രൈസിന് ഈ പവർ ബാങ്ക് എന്തായാലും മുതലാവുന്ന ഒരു പവർ ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ MI എടുക്കാൻ നിന്നാണ്. MI ആണ് നല്ലത്, എന്നാലും പൈസൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണമാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കത്തെ പ്രൈസ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 740 എത്ര ആയിട്ടുണ്ട്. അപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് പ്രൈസ്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ എന്തായാലും ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.